എടാ ഓ നീ എന്താ ഈ മാവ് നോക്കിയേക്കണേ? നീ എന്താ ഈ മാവ് നോക്കിയേക്കണേന്ന്? സൂപ്പർ ലേച്ച്, ഭയങ്കര ശാന്ത സുന്ദര സമാധാനം. നല്ല ആശ്വാസമില്ലേ? ഓ പക്ഷേ എനിക്ക് ആ ടെൻഷൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നീ എന്താ ടെൻഷൻ? വേറൊരു പ്രശ്നമില്ലേ ചേച്ചി? എന്ത്? മറ്റേ പുള്ളി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കൂലേ? ഏത് പുള്ളിയടാ? നമ്മുടെ അമൂല്യം ചേട്ടായി. ചേട്ടൻ വന്ന് ചേട്ടൻ്റെ അച്ഛനോട് ചോദിച്ചാൽ നമ്മൾ എന്തിനു പറയും? അയ്യോ, ആ കാര്യം വിട്ടുപോയി. പുള്ളിയാണെങ്കിൽ കൊറേ വർഷത്തിന് ശേഷം അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ? ഓ, ആ സമയം നമ്മൾ അച്ഛനെ വേറൊരാളുടെ കൈ പിടിച്ച് അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വരൂലേ? പിന്നെ വരില്ലേ? ആ സത്യം പറഞ്ഞത് പുള്ളി പറഞ്ഞാണല്ല, ഒരു 2-3 ദിവസം കഴിയുമ്പോ ഒന്ന് കൊണ്ടുപോകാന്ന്. നീയാണ് ആ പുള്ളിനെ വിളിച്ച് വരുത്തിക്കൊണ്ട് നിന്റെ ഐഡിയ ആണത്. ആ പുള്ളിയെ കൊണ്ടുവന്നില്ലായിരുന്നേ കാണാമായിരുന്നു. ഇതിപ്പോ ഇതിനെന്ത് തീരുമാനം ഉണ്ടാക്കുന്നു പറ. ഇതിനല്ല അത് എന്റെ ഉദ്ദേശിച്ചേ. മറ്റേ അങ്ങനെയാണെങ്കിൽ എവിടെന്ന് പറഞ്ഞോണ്ടേ തപ്പാനാണ്. ഇന്ന് കന്യാകുമാരി ആണെങ്കിൽ നാളെ മാർത്താണ്ഡം, മറ്റന്നാൾ കാസർഗോഡ്. ഓടി കിടന്ന് പ്രയത്നം പിടിക്കുകയാണ്. പാവ അമൂല്യൻ ചേട്ടന്റെ അച്ഛൻ. അയാളുടെ ഏതോ ഒരു മുത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളിതവിടെ പോവാ? ഞങ്ങള് അമ്പലത്തിൽ പോന്നു. കൊറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നല്ലതാ. கோவில்ல போய் கொழை வழிபாடெல்லாம் பண்ணணும். அப்பதானே நம்ம பிரச்சனை எல்லாம் தீரும். ലച്ചു, മോള് വരുന്നോ? ഞാൻ ഇനി കുളിക്കാനൊക്കെ നിക്കണ്ടേ? പോയിട്ട് വാ. നിങ്ങളോട്ട് അതാണ് നല്ലത്. അച്ഛനെ തപ്പി വന്നത് എന്തു പറയും? അച്ഛൻ ഇത്ര നേരം ഉണ്ടായിരുന്നു, ചായ കുടിക്കാൻ പുറത്തു എന്ന് പറയാം. അമൂല്യൻ ചേട്ടാ. ഹായ് അമൂല്യൻ ചേട്ടാ. ഹായ്. പൂജയൊക്കെ കഴിഞ്ഞായിരുന്നോ? ഇല്ല, പൂജയൊക്കെ തുടങ്ങി. കർമ്മങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അമൂല്യൻ ചേട്ടോ, നമ്മുടെ അച്ഛൻ ഈ മാവി തന്നെ ഇനി നിന്നോട്ട്. നമുക്ക് അങ്ങനെ വേറെ വിഷയമൊന്നും ഇല്ല. അതെ, നമുക്ക് വലിയ ഉപദ്രവമൊന്നുമില്ല. പുള്ളി ഇവിടെ തന്നെ നിന്നോട്ടെ. മാത്രമല്ല കൊലക്കായലായാലേ നമ്മുടെ വീട് മാവും ഒക്കെ ആയിട്ട് ഫുള്ള് സെറ്റായി കാണും. ഇനിയിപ്പം ചിലപ്പോൾ അമൂല്യൻ ചേട്ടൻ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് ഹോം സിക്നസ് അടിച്ച് തിരിച്ചു വന്നാലേ. അതെ, അതിന് അയാളെ കൊണ്ടുപോയില്ലയോ? അമൂല്യൻ ചേട്ടാ, നമ്മുടെ അച്ഛനെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഉപകാരമുണ്ട്. അതെ, നമ്മൾ എവിടെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോഴേ നമ്മുടെ വീടൊക്കെ നോക്കാൻ ഒരാളായല്ലോ ചേട്ടാ, കാവലിന്. അതെ, ഞാൻ ഒരു കാര്യം പറയാൻ വന്ന. അല്ലേട്ടാ, കൊണ്ടുപോകണ്ട. ഇവിടെ ഇഷ്ടംപോലെ കൊമ്പുണ്ടല്ലോ. പുള്ളിക്ക് വിശാലമായിട്ട് കൊമ്പ് മാറി ഇരിക്കുക. ഞാൻ അത് പറയാൻ വേണ്ടി വന്നത്. എന്റെ അച്ഛൻ തൂങ്ങി മരിച്ചതേ ഈ മാവന്മേലല്ല, 2 വഴി അപ്പുറത്തുള്ള മാവന്മേലാ. ഒരുപാട് വർഷങ്ങളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. എനിക്ക് മാറിപ്പോയതാ. അപ്പൊ ചേട്ടന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. ആ മറ്റേ മാവിന്ന് അച്ഛനെ പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഇപ്പൊ ആവാഴ്ചയിരുത്തിയൊക്കെയാണ്. അച്ഛന്റെ ആത്മാവിന് സുഖമല്ലേ? സുഖമായിരിക്കും. ഹാപ്പി അല്ലേ അച്ഛൻ? ഹാപ്പി ആയിരിക്കണം. ഈ വിവരം കേട്ടപ്പോ ഞങ്ങക്ക് സന്തോഷമായി ചേട്ടാ. ഞാൻ ഇവരൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. ആയിക്കോട്ടെ. പാവം മനുഷ്യൻ കേട്ടാ. അതെ, നമ്മള് വെറുതെ പേടിച്ച് നമ്മളെ മാവിലൊന്നും ഒന്നും ഇല്ലായിരുന്നു. അത് തന്നെ. എന്തോ ഒരു മാമ്പഴം തന്നോ മാവാ. പാവം മാവ് അല്ലേ? ഓ എടാ, അപ്പൊ നിന്റെ മറ്റേ ഗോസ്റ്റ് ഹണ്ടർ ഒന്ന് പിടിച്ചോണ്ട് പോയത് ഏത് ആത്മാവിനെയാണ്? ശരിയാണല്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.